ഹായ് ഫ്രണ്ട്സ്, വൈകുന്നേരമായി. അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സൊക്കെ കഴിക്കാനുള്ള സമയമായി. ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി സ്നാക്സാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തത്. 2 മുട്ട പുഴുങ്ങിയിട്ട് അതൊന്ന് തോല് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ആ മഞ്ഞ കരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മഞ്ഞക്കരു ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിൽ 2 പൊട്ടറ്റോ ആണ് ഞാനിവിടെ എടുത്തത്. അത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഫോർക്ക് വെച്ചിട്ട് ഉടച്ചാൽ മതി. ചൂടായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം വെളുത്തുള്ളിയാണ് ഇടുന്നത്. 1 സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് പിന്നെ 1 സ്പൂണ് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ചൂടായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ നിറത്തിലാവുമ്പോഴേക്കും നമുക്കൊരു സവാളയാണ് വേണ്ടത്. ആ സവാള 1 സവാള ചെറുതായി പൊടിയായിട്ട് അരിയണം കേട്ടോ. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അത് നന്നായി ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും, ഞാനിവിടെ ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ. നിങ്ങളൊരു 3 പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള 3 പച്ചമുളകൊക്കെ ഇടാം. അത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ നിറം ഒന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഏകദേശം ഈ നിറത്തിലാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ഇടാനുണ്ട്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാല, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി. ഇതെല്ലാം ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഞാൻ. ഈ മസാല നന്നായിട്ടൊന്ന് വഴറ്റി നന്നായി ആ പച്ച സ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഈ സവാളയിൽ കിടന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഈ പൊട്ടറ്റോ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉടയ്ക്കണം. ഉടച്ച് ഒരു ഫോർക്ക് വെച്ച് ഉടച്ചാൽ നന്നായി ഉടഞ്ഞു കിട്ടും. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഈ സവാളിൻ്റെ മിക്സിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്ക് പൊട്ടറ്റോ ഉപ്പിട്ട് വേവിച്ചാലും പൊട്ടറ്റോയിലേക്ക് ഉപ്പ് അധികം പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കിതിൽ കുറച്ച് ഉപ്പിൻ്റെ പോരായ്മ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് ഇടാനുള്ളത് ഈ കോഴിമുട്ട ഉണ്ടല്ലോ, കോഴിമുട്ട ഈ മഞ്ഞയും വെള്ളയും അത് രണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്കിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുട്ടികൾക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കോഴിമുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമാവും ഇത് കഴിക്കാൻ. ഇനി നിങ്ങൾക്ക് കോഴിമുട്ട വേണ്ടെങ്കിൽ ചിക്കൻ ചെറുതായിട്ട് ഇതുപോലെ വേവിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാനിവിടെ കോഴിമുട്ടയാണ് ഇട്ട് കാണിക്കുന്നത്. അതിന് പകരം ചിക്കൻ ഉപയോഗിക്കാം. അങ്ങനെ നന്നായി ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. കുറച്ച് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ബ്രെഡ് ഇതിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഫില്ലിങ് അതിലേക്ക് വെക്കാൻ പോവാണ്. ആദ്യം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ഇടുന്നത്. കുറച്ച് ടൊമാറ്റോ സോസ് നന്നായി ഇടുന്ന ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഞാൻ എടുത്തത് നന്നായി എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ആവുന്ന പോലെ ചെയ്യണം. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അടുത്ത ഒരു ബ്രെഡിൻ്റെ പീസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് ഞാൻ. എല്ലാ സൈഡിലും ഇതുപോലെ വെക്കണം. അടുത്ത് അതുപോലെ ബ്രെഡിൻ്റെ പീസ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഇതുപോലെ ടൊമാറ്റോ സോസ് വെച്ചിട്ട് ഒന്നും കൂടി ഇതുപോലെ എല്ലാ സൈഡിലും ആക്കിയിട്ട് രണ്ടാമത് ഇതുപോലെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്രെഡും കൂടി മുകളിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കണം.
എല്ലാ ഭാഗവും ഒന്ന് ഇതുപോലെ റെഡിയാക്കി കൊടുക്കുക. നമ്മൾ ഈ മസാലയൊക്കെ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ബ്രെഡിൻ്റെ അതേ ലെവലിലൊന്ന് എന്തെങ്കിലും ഒരു സ്പൂണോ അങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ കൊടുക്കണം. അങ്ങനെ ഞാൻ രണ്ടാമത്തും ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെയർ വെച്ചാൽ മതി. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ ഞാൻ ഇതുപോലെ എല്ലാ ബ്രെഡും ഇതുപോലെ വെക്കുകയാണ്. അതുപോലെ ഒന്ന് ലെവലാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ബ്രെഡ് കട്ട് ചെയ്യണം. നടു കട്ട് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ 2 പീസ് ആക്കുന്നുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദയാണ് ഞാൻ ഇടുന്നത്. ഒരു 3-4 സ്പൂൺ മൈദയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ബാറ്റർ ഒരുപാട് ലൂസ് ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കോൺഫ്ലെക്സ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലെക്സിന് പകരം ബ്രെഡ് ക്രംസ് എടുത്താലും മതി. അത് നന്നായി ഒന്ന് കൈ വെച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അല്ലാതെ നൈസ് പൊടിയൊന്നും ആക്കരുത്. ഒരുവിധം നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ചെറിയ മല്ലിയില ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞത് മല്ലിയിലയും കൂടി അതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളൊരു ചീനച്ചട്ടിയോ പാനോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ പീസ് നന്നായി ഈ മൈദമാവിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് കൈ ഇങ്ങനെ വെക്കണം, കൈ പ്രസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ റോളിങ് വിട്ടു പോവും. എന്നിട്ട് ബ്രെഡ് ക്രംസ് അല്ല കോൺഫ്ലെക്സിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് റോൾ ചെയ്തിട്ട് ഇതിലേക്ക് ഈ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാൽ നമുക്ക് റെഡിയാവും. ഇതുപോലെ ചെയ്താൽ മതി. എല്ലാം ഞാൻ ഇതുപോലെ ബ്രെഡ് പീസ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് എടുത്താലും മതി കേട്ടോ. നല്ല പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത്. വെറും കോഴിമുട്ടയും ബ്രെഡും മാത്രം വീട്ടിലുണ്ടായാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ എൻ്റെ ചാനൽ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.